കാലിന് പരിക്കേറ്റ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തി വനംവകുപ്പ്. ആനയുടെ കാലിന് പരിക്കേറ്റത് 24 ആണ് റിപ്പോർട്ട് ചെയ്തത്. ആനയെ കണ്ടെത്താൻ വനംവകുപ്പ് സംഘം ശ്രമം തുടങ്ങി. യഥാർത്ഥത്തിൽ ഈ വനംവകുപ്പ് ഈ ആനയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മുടെ ക്യാമറ കണ്ണുകളിലേക്ക് ഈ ആന വന്ന് കയറുകയായിരുന്നു. 24 ഇമ്പാക്ട് സൂരജ് സജി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ് സജി, എന്തായാലും ഈ വനംവകുപ്പ് ഈ ആനയെ കണ്ടെത്തിയോ? എസ്കെൻ, ഇന്ന് ഈ ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആന ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉൾവനത്തിലേക്ക് വലിഞ്ഞതാണ്. അതിനുശേഷം ആന ഈ പുറത്തേക്ക്, അതായത് ജനവാസ മേഖലയിലേക്കോ പ്ലാന്റേഷനിലേക്കോ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആനയെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ വനംവകുപ്പ് തുടരുകയാണ്. ഇന്നലെ നമ്മൾ ഈ ആനയുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആനയ്ക്ക് ഇങ്ങനൊരു പരിക്കുണ്ട് എന്ന വിവരം വനംവകുപ്പ് തന്നെ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് ആനയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആനയുടെ സ്ഥിതി പരിശോധിച്ച ശേഷം ഈ വെറ്റിനറി ഡോക്ടർമാരെ അടക്കം എത്തിച്ച് ആനയ്ക്ക് തുടർ ചികിത്സ നൽകാനുള്ള ഒരു തീരുമാനമാണുള്ളത്. മയക്കുവെടി വെച്ച് ആനയെ ചികിത്സിക്കണമോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഈ ആനയെ കണ്ടെത്തിയതിനു ശേഷമായിരിക്കും തീരുമാനിക്കുക. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുന്നു. അതിനിടെ ആനയ്ക്ക് ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്യജീവി സംരക്ഷകർ വനമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു. ആനയ്ക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ ആന ചരിയുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ വനമന്ത്രിക്ക് വന്യജീവി സംരക്ഷകരും കത്ത് നൽകിയിരിക്കുന്ന സ്കേൽ. എന്തായാലും ഈ വാഴച്ചാൽ ആന, അത് പതിരപ്പള്ളി ഏരിയയിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാട്ടാനയാണിത്. ആനയ്ക്ക് സംരക്ഷണം കൊടുക്കട്ടെ.